നമസ്കാരം, എൻ്റെ പേര് നന്ദിത വർഗീസ്. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ജനുവരിയിൽ 5 IPOകൾ. 2023 IPO വിപണിയിലെ റാലിയുടെ തുടർച്ച സൃഷ്ടിക്കാനായി 5 IPOകൾ ഈ മാസം എത്തുന്നു. 2023 മിക്ക IPOകളും നിക്ഷേപകർക്ക് മികച്ച നേട്ടമായിരുന്നു നൽകിയത്. ഈ വർഷം ആദ്യമായി വിപണിയിലെത്തുന്ന IPO ജ്യോതി CNC ഓട്ടോമേഷൻ ആണ്. ജനുവരി 9 മുതൽ 11 വരെയാണ് ഈ IPO സബ്സ്ക്രൈബ് ചെയ്യാവുന്നത്. 315 മുതൽ 331 രൂപ വരെയാണ് ഇഷ്യൂ വില. രൂപ മുഖവിലയുള്ള 45 ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട്. 1000 കോടി രൂപയാണ് IPO വഴി സമാഹരിക്കുന്നത്. പൂർണ്ണമായും പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് നടത്തുന്നത്. അസസ് ഹെൽത്ത് കെയറിന്റെ IPO ജനുവരി 2ാം വാരത്തോടെ തുടങ്ങും. പൂർണ്ണമായും ഓഫർ ഫോർ സെയിൽ വഴി 2.8 കോടി ഓഹരികളാണ് വിൽക്കുന്നത്. പുതിയ ഓഹരികളുടെ വിൽപ്പന നടത്തുന്നില്ല. മംഗലാപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മുക്ക പ്രോട്ടീൻസ് ഈ മാസം IPO നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവംബറിലാണ് കമ്പനിക്ക് IPO നടത്തുന്നതിനുള്ള സെബിയുടെ അനുമതി ലഭിച്ചത്. പൂർണ്ണമായും പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് നടത്തുന്നത്. 8 കോടി ഓഹരികളുടെ വിൽപ്പനയാണ് ലക്ഷ്യമിടുന്നത്. ഔഷധ ചേരുവകളുടെ ഉൽപാദകരായ SPC ലൈഫ് സയൻസ് പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി 300 കോടി രൂപ സമാഹരിക്കും. ഇതിനു പുറമെ ഓഫർ ഫോർ സെയിൽ വഴി 89.39 ലക്ഷം ഓഹരികളും വിൽക്കും. ഈ മാസം അവസാനത്തോടെ IPO നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മാസം IPO നടത്താൻ ഒരുങ്ങുന്ന മറ്റൊരു കമ്പനി മദ്യ ഉൽപാദകരായ അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലറീസ് ആണ്. 1000 കോടി രൂപയാണ് IPO വഴി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. 1000 കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും 1000 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് IPO. നിഫ്റ്റി 21,650 മുകളിൽ. 2 ദിവസത്തെ ചാഞ്ചാട്ടത്തിനു ശേഷം ഓഹരി വിപണി ഇന്ന് മുന്നേറ്റം നടത്തി. നിഫ്റ്റി 21,650 മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 491 പോയിന്റ് നേട്ടത്തോടെ 71,847 നിഫ്റ്റി 141 പോയിന്റ് ഉയർന്ന് 21,658 ക്ലോസ് ചെയ്തത്. 2,267 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,034 ഓഹരികളുടെ വില ഇടിഞ്ഞു. 79 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ബജാജ് ഫിനാൻസ്, NTPC, ONGC, ടാറ്റ കൺസ്യൂമർ, ഇൻഡെക്സ് ഇൻഡ് ബാങ്ക് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. BPCL, LTI മൈൻട്രി, ഡോക്ടർ റെഡ്ഡീസ് ലാബറട്ടറീസ്, HCL ടെക്നോളജീസ്, ഹീറോ മോട്ടോഴ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. റിയൽ എസ്റ്റേറ്റ് സൂചിക 6.6%, പവർ സൂചിക 2%, ബാങ്ക്, ക്യാപിറ്റൽ ഗുഡ്സ്, ഹെൽത്ത് കെയർ, ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ 0.5% മുതൽ 1% വരെയും മുന്നേറി. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 1% വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.